അസോസിയേഷൻ്റെ ഭാരവാഹിയായി കുറച്ചു കാലം ഉണ്ടായിരുന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നു. ചിലതൊക്കെ വിജയിച്ചു. അതുവരെ റൂമുകളിൽ നടന്നിരുന്ന നമ്മുടെ യോഗത്തിന് ഒരു ഹാൾ ഉണ്ടായത് അതിൽപ്പെട്ട ഒന്നാണ്. ഒരു ഹാളിൽ ഒന്നിച്ചിരിക്കാനുള്ള സംവിധാനം. ആ ഹാളിൻ്റെ മുകൾ പ്രവർത്തകരിൽ സന്നദ്ധ സംഘടന രൂപപ്പെടുത്തണം എന്ന് ചിന്തിച്ചപ്പോൾ അവർക്കൊന്നായി കളരി പരിശീലിപ്പിക്കാൻ ആ ഫ്ലാറ്റിൻ്റെ ടെറസ് ഉപയോഗപ്പെടുത്തി എന്നത് മറ്റൊന്നാണ്. മാറിയ ചിന്തകൾ, അതിനു മുൻപുണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തകൾ, അത് ചിന്ത ഒരാളുടെ അടുത്ത് നിന്ന് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായി എന്നതായിരുന്നു അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതിൻ്റെ എല്ലാം സൽഫലങ്ങൾ ഇപ്പോഴും അസോസിയേഷൻ അനുഭവിക്കുന്നു. നമ്മുടെ വളണ്ടിയർ കോർ പണ്ടുണ്ടായിരുന്നതിൽ തന്നെ തുടരുന്നതിന് പകരം അത് നിങ്ങൾ വ്യവസ്ഥാപിതമായി ഒന്നുകൂടി പരിഷ്കരിച്ചു കൊണ്ടുവന്ന് വളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നട്ടെല്ലാണ് എന്ന ബോധ്യത്തോടു കൂടി അതിനെ പ്രവർത്തന രംഗത്തേക്ക് കുറച്ചുകൂടി കൊണ്ടുവരണം. ആവശ്യമുള്ളപ്പോൾ വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് പകരം അവർക്ക് നിരന്തരമായി ട്രെയിനിങ് കൊടുക്കണം. അവരിൽ നിന്ന് ഒരു ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ നിരവധി കാലത്തെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായിരുന്നു അഭിവന്ദ്യനായ ഒ അബ്ദുറഹ്മാൻ സാഹിബ്. ഇന്ത്യൻ എംബസിയിലും ഷെയ്ഖ് അബ്ദുള്ള അൻസാരിയുടെ ഓഫീസിലും ജോലി ചെയ്യുമ്പോഴും നാട്ടിലെത്തി മാധ്യമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടിച്ചിരുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമ. അദ്ദേഹത്തിന്റെ മോഹങ്ങൾ മീഡിയ വണ്ണിലൂടെയും മാധ്യമത്തിലൂടെയും അള്ളാഹു സാക്ഷാത്കരിച്ചു. അദ്ദേഹം ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും വിലയിരുത്തലുകളും ഇന്ത്യൻ എംബസിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വരുന്ന ഡിപ്ലോമാറ്റിക് ബാഗിൽ ജമാഅത്ത് ഇസ്ലാമി എന്തുകൊണ്ട് നിരോധിച്ചു എന്ന ലഘുലേഖ, RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ആ ലഘുലേഖയൊപ്പം തന്നെ വരും. എൻ്റെ ജോലിയിൽ ഒന്ന്, രാവിലെ 10 മണിക്ക് എംബസിയിൽ വരുന്ന അംബാസഡർ ഹിസ് എക്സലൻസി ആരിഫ് കബറയിലാണ് അന്നത്തെ അംബാസഡർ. വിളിച്ചെന്നെ എന്നോട് പറയും, ഇതൊക്കെ ഓരോ പത്രസ്ഥാപനങ്ങളിലും ഓഫീസുകളിലും എത്തിക്കണം. RSSനെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ളത് എത്തിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്ന പച്ചക്കള്ളം അച്ചടിച്ചത് നിത്യേന ഈ പറയുന്ന ഓഫീസുകളിൽ എത്തിക്കേണ്ട ജോലി കൂടി എനിക്കുണ്ട്. മനസ്സാക്ഷിയിൽ നല്ല സംഘടന നടന്ന നിമിഷങ്ങളായി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ RSSനെ നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ അയക്കും, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് നിരോധിച്ചു എന്നുള്ള കാര്യമൊക്കെ കൂട്ടിവെക്കും, അവസാനം അതിനൊരു തീപ്പെട്ടിക്കുള്ളി ചിലവാക്കും. ഇതാണ് ചെയ്തത് രാജ്യദ്രോഹമാണോ രാജ്യസ്നേഹമാണോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഉത്തമ അനുസരിച്ച് ചെയ്യേണ്ടതാണ് ചെയ്തത്. ഈ സെഷനോടുകൂടി മെമ്മോറിയ ഖത്തർ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ